മലമ്പുഴ ഡാമിലെ വെള്ളം മദ്യനിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നതിനെതിരെ BJP നിയമ പോരാട്ടത്തിലേക്ക് ഹൈക്കോടതിയിൽ കേസ് നൽകും. മന്ത്രി MB രാജേഷിന്റെ പ്രസ്താവന പഞ്ചായത്തി രാജ് അട്ടിമറിക്കാനെന്നും BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി C കൃഷ്ണകുമാർ ആരോപിച്ചു. പിണറായി സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധികാരം ഇല്ലാതാക്കിയാണ്. രാജേഷ് OSS കമ്പനിക്ക് വേണ്ടി വാദിക്കുന്ന മന്ത്രിയായി മാറിയിരിക്കുകയാണെന്നും C കൃഷ്ണകുമാർ കുറ്റപ്പെടുത്തി. നാൾക്ക് നാൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധികാരത്തെ വെട്ടിക്കുറച്ചുകൊണ്ടാണ്, അധികാരത്തെ ഇല്ലാതാക്കിക്കൊണ്ടാണ് രണ്ടാം പിണറായി സർക്കാർ മുന്നോട്ട് പോകുന്നത്. നവകേരളം എന്നുള്ള പദ്ധതി ഈ സംസ്ഥാനത്ത് കൊണ്ടുവന്നത് മുതൽ ഓരോ ഘട്ടങ്ങളിലും ഇടതുപക്ഷ സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തകർക്കുന്ന സമീപനമാണ് സ്വീകരിച്ചു വരുന്നത്. അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഫണ്ട് വെട്ടിക്കുറച്ചിട്ടായാലും ശരി, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധികാരങ്ങൾ കവർന്നെടുത്തുകൊണ്ടായാലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തകർക്കുന്ന സമീപനമാണ് ഇടതുപക്ഷം സ്വീകരിച്ചു വരുന്നത്. ഇന്നലത്തെ നടപടി കൊണ്ട് പഞ്ചായത്ത് രാജ് സംവിധാനത്തെയും അതുപോലെ തന്നെ ജനകീയാസൂത്രണ പദ്ധതി മുഖേന ഇടതുപക്ഷം മുന്നോട്ട് വെച്ച ലക്ഷ്യങ്ങളെയും അട്ടിമറിക്കുന്ന തരത്തിലാണ് MB രാജേഷിന്റെ ഇന്നലത്തെ പ്രസ്താവന. ഭരണഘടനാ വിരുദ്ധമാണ്. അധികാര വികേന്ദ്രീകരണത്തിന് വേണ്ടിയിട്ടാണ് 92-ൽ 74-ാം ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്നത്. ആ ഭരണഘടനാ ഭേദഗതിയെ ഒരു സർക്കാർ ഉത്തരവിലൂടെ അട്ടിമറിക്കുന്ന രീതിയിലേക്കാണ് സർക്കാരിന്റെ നീക്കം. അരുണാലത്തൂർ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, എലപ്പുള്ളിയിൽ ഇത്രയധികം പ്രതിഷേധമുണ്ടായിട്ടും ഈ ബ്രൂവറിയുമായി മുന്നോട്ട് പോകാനുള്ള CPM-ന്റെ തീരുമാനം ഒരു വശത്ത്, അതിനെതിരെ നിയമ പോരാട്ടത്തിനായി ഒരുങ്ങുകയാണ് BJP അല്ലേ? തീർച്ചയായിട്ടും മനു, ഒരു വശത്ത് വലിയ ജനകീയ പ്രതിഷേധങ്ങളും മറ്റുമൊക്കെ BJP സംഘടിപ്പിക്കുന്നുണ്ട്. BJPയുടെ ഈസ്റ്റ് ജില്ലാ അധ്യക്ഷനായ പ്രശാന്ത് ശിവന്റെ നേതൃത്വത്തിൽ ഇന്നിപ്പോൾ രണ്ടാം ദിവസം ഈ ഒരു എലപ്പുള്ളിയിലെ മദ്യനിർമ്മാണശാലയ്ക്ക് സർക്കാർ അനുമതി നൽകിയതിനെതിരെയുള്ള സമരം രണ്ടാം ദിവസത്തേക്ക് ഇന്ന് കടന്നിരിക്കുകയാണ്. അതിനൊപ്പം തന്നെ നിയമപരമായിട്ടുള്ള പോരാട്ടത്തിലേക്ക് കൂടെ BJP കടക്കുന്നു എന്നുള്ളതാണ്. ഉടൻ തന്നെ ഈ വിഷയത്തിൽ ഹൈക്കോടതിയിൽ ഹർജി നൽകുമെന്നുള്ളതാണ് BJP വ്യക്തമാക്കുന്നത്. പ്രധാനമായും രണ്ട് കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഹർജി നൽകുന്നത്. ഒന്ന്, മലമ്പുഴ ഡാമിൽ നിന്നുമുള്ള വെള്ളം മദ്യനിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു എന്നുള്ളത് ചൂണ്ടിക്കാട്ടിയാണ് ഒരു കാര്യം. മറ്റൊന്ന്, ഈ പഞ്ചായത്തി രാജിനെയും അതുപോലെ തന്നെ ജനകീയ ആസൂത്രണത്തേക്ക് അട്ടിമറിക്കാനുള്ള സർക്കാരിൻ്റെ പുതിയ നീക്കം. അതായത് ഇന്നലെയായിരുന്നു മന്ത്രി MB രാജേഷ് വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ട് കാറ്റഗറി 1-ലെ ഈ വ്യവസായങ്ങൾക്ക് ലൈസൻസ്, പഞ്ചായത്തിൻ്റെ ലൈസൻസ് ആവശ്യം ഇല്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നത്. അത് ഈ പഞ്ചായത്തുകൾക്ക് ഏതെങ്കിലും ഒരു വ്യവസായശാല ആരംഭിച്ച് അവരവിടെ അത് അനധികൃതമായിട്ട് ഭൂമി നികത്തുകയോ അതല്ലെങ്കിൽ റോഡ് ഇടുകയോ മറ്റൊക്കെ ചെയ്യുമ്പോൾ അവിടെ ഒരു സ്റ്റോപ്പ് മെമ്മോ കൊടുക്കുന്നതിന് പോലും പഞ്ചായത്തിന് കഴിയില്ല എന്നുള്ളതാണ്. അതിൽ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ C കൃഷ്ണകുമാർ ചൂണ്ടിക്കാട്ടിയത് കൊക്കക്കോളയാണ്. അതായത് പാലക്കാട് കൊക്കക്കോള സമരവും മറ്റുമൊന്നും കേരളത്തിന് തന്നെ ഒരിക്കലും മറക്കാനാവാത്ത സംഭവമാണ്. അന്ന് കൊക്കക്കോളയ്ക്കെതിരെ പെരുമാട്ടി പഞ്ചായത്താണ് ആദ്യം മൂവ് ചെയ്തത്. ആ പെരുമാട്ടി പഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ കൊടുക്കുകയും അതിനെതിരെ ശക്തിയുക്തം എതിർക്കുകയും ചെയ്തതോടുകൂടിയാണ് പിന്നീട് ഈ പ്രവർത്തനം തന്നെ കൊക്കക്കോളയ്ക്ക് ഇവിടെ അവസാനിപ്പിക്കേണ്ടി വന്നത് എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. അത്തരത്തിൽ പഞ്ചായത്തുകൾക്ക് ചില അധികാരങ്ങളുണ്ട് എന്നിരിക്കെ ആ അധികാരത്തിലൊക്കെ കൈകടത്തിക്കൊണ്ട് ഈ മദ്യനിർമ്മാണശാലയ്ക്ക് വേണ്ടിയുള്ള ഒത്താശയാണ് സർക്കാർ ചെയ്യുന്നത് എന്നുള്ളതാണ് BJP വലിയ വിമർശനമായിട്ട് ഉയർത്തുന്നത്. ഒപ്പം ഈ OSS കമ്പനിക്ക് വേണ്ടി വാദിക്കുന്ന അതിൻ്റെ ഒരു PRO ആയിട്ട് മന്ത്രി MB രാജേഷ് മാറിയെന്നും, ഇടതു മുന്നണിയിലാണെങ്കിൽ CPI പറയുന്ന കാര്യങ്ങൾക്ക് പോലും ഒരു വിലയും വെക്കാതെ CPIയെക്കാട്ടിലും വലിയ ഘടകകക്ഷിയായിട്ട് ഇടതു മുന്നണിയിൽ ഇപ്പോൾ OSS കമ്പനി മാറിയിരിക്കുകയാണ് എന്നുൾപ്പെടെയുള്ള വളരെ നിശിതമായ വിമർശനങ്ങളാണ് C കൃഷ്ണകുമാർ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ നടത്തിയത്. മാത്രമല്ല, ഈ രാജേഷ് ഇന്നലെ നടത്തിയ പ്രസ്താവനകളൊക്കെ ഭരണഘടനാ ലംഘനമാണ് എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. EMS വിഭാവനം ചെയ്ത ജനകീയ ആസൂത്രണം പരാജയമാണോ, അതിനാലാണോ സർക്കാരിൻ്റെ നയമാറ്റമെന്ന് രാജേഷ് വ്യക്തമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഒപ്പം തന്നെ ഈ OSS കമ്പനി ഇതുമായി ബന്ധപ്പെട്ട് മദ്യനിർമ്മാണശാലയുമായി ബന്ധപ്പെട്ട DPR സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് പുറത്തുവിടാനും സർക്കാർ തയ്യാറാവണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഏതായാലും ഈ പുതിയ നീക്കങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോടതിയെ സമീപിക്കാനാണ് BJP ഒരുങ്ങുന്നത്. ഉടൻ തന്നെ ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട ഹർജി നൽകുമെന്നുള്ളതാണ് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ C കൃഷ്ണകുമാർ വ്യക്തമാക്കിയത്. അരുൺ, ഈ മന്ത്രി MB രാജേഷിനെതിരെ അദ്ദേഹത്തിൻ്റെ ഇന്നലത്തെ പ്രസ്താവനയ്ക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ എല്ലായിടത്തു നിന്നും ഉയരുന്നുണ്ടല്ലോ. CPIയും സമാനമായി രംഗത്തെത്തിയിരുന്നതാണ്. രാവിലെ മന്ത്രിക്കെതിരെ പ്രത്യേകിച്ചും ഈ ഒന്നാമത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധികാരം വെട്ടിക്കുറയ്ക്കാൻ CPM ഏകപക്ഷീയമായി ശ്രമിക്കുന്നു എന്ന ഒരു വ്യാഖ്യാനം CPIക്കുണ്ടോ?
തീർച്ചയായിട്ടും CPIക്ക് അത് സമാന രീതിയിലുള്ള അഭിപ്രായം തന്നെയാണുള്ളത്. CPIയുടെ ജില്ലാ എക്സിക്യൂട്ടീവിൽ ഈ മദ്യനിർമ്മാണശാല വേണ്ട എന്നവർ ആവർത്തിക്കുക ആണ് ഉണ്ടായത്. അതായത് ഈ MN സ്മാരകത്തിൽ ചേർന്ന സംസ്ഥാന നേതാക്കളുടെ 2 യോഗങ്ങൾ ചേർന്നു. ആ 2 യോഗങ്ങളിലും മദ്യനിർമ്മാണശാല വേണ്ട എന്ന തീരുമാനമൊക്കെ അവർ കൈക്കൊണ്ടുവെങ്കിലും പിന്നീട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ പങ്കെടുത്ത ഈ ഇടതുമുന്നണി യോഗം നടന്നപ്പോൾ ആ സമയത്ത് ബിനോയ് വിശ്വം പോലും അതിനെ എതിർത്തൊരു പിണറായി വിജയനെ എതിർത്ത് യാതൊന്നും പറയാത്തൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഏതായാലും സംസ്ഥാന നേതാക്കളുടെ അത്തരത്തിലുള്ള നിലപാടുകൾക്കെതിരെ അതൊരു നട്ടലില്ലാത്ത കാര്യമാണ് എന്നുൾപ്പെടെ വലിയ വിമർശനം ഇന്നലെ കെ സുരേന്ദ്രൻ ഉൾപ്പെടെ ഉയർത്തുക സാഹചര്യമുണ്ടായിരുന്നു. മാത്രമല്ല ഈ രമേശ് ചെന്നിത്തലയും ഇന്നലെ പാലക്കാട് എത്തി അതിനെതിരെ വലിയ രൂക്ഷ വിമർശനം ഉയർത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും സംസ്ഥാന നേതാക്കൾക്കെതിരെ ഇങ്ങനെയുള്ള വിമർശനങ്ങളൊക്കെ ഒരു ഭാഗത്ത് ഉയരുമ്പോഴും ജില്ലാ എക്സിക്യൂട്ടീവ് പറയുന്നത് തങ്ങൾക്ക് ഈ മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയ ആ നിലപാട് ശരിയല്ല. അവിടെ മദ്യനിർമ്മാണശാല ഒരു ജലചൂഷണം നടത്തുന്ന കമ്പനി ഒരിക്കലും ഈ പ്രദേശത്ത് വരുന്നത് ശരിയല്ല എന്നുള്ളതാണ് CPI പറയുന്നത്. ഒപ്പം ഭരണഘടനയിലെ പഞ്ചായത്ത് രാജ് നിയമം എക്സിക്യൂട്ടീവ് ഉത്തരവിലൂടെ മറികടക്കാൻ കഴിയില്ലെന്ന് വകുപ്പ് മന്ത്രി മനസ്സിലാക്കണമെന്നും ഈ CPI എക്സിക്യൂട്ടീവ് യോഗത്തിൽ പറയുകയുണ്ടായി. വ്യവസായങ്ങളുടെ കാര്യത്തിൽ പഞ്ചായത്തുകളുടെ ചില പ്രധാന അധികാരങ്ങൾ എടുത്തു കളയുന്ന നടപടി ആലോചനയില്ലാതെ നടത്തിയതാണ് എന്നും ഒപ്പം തന്നെ മഴവെള്ള സംഭരണിയിൽ നിന്ന് വെള്ളം അതൊക്കെ യുക്തിക്ക് നിരക്കാത്ത കാര്യമാണ് എന്നുള്ളതാണ് ജില്ലാ എക്സിക്യൂട്ടീവിൽ വിമർശനമായിട്ട് ഉയർന്നത്. മാത്രമല്ല ഈ മദ്യക്കമ്പനി പോലും അതിൻ്റെ കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടി അവർ ഇതുവരെ മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്നിട്ടില്ല എന്നിരിക്കെ മന്ത്രി MB രാജേഷ് ഈ മാധ്യമങ്ങളെ ഒന്നടങ്കം വിളിച്ചു കൊണ്ടുപോയി അഹല്യ ക്യാമ്പസിൽ കൊണ്ടുപോയി അവിടെ ഈ മദ്യക്കമ്പനിയെ ന്യായീകരിച്ച് സംസാരിച്ചതൊക്കെ അത് പ്രതിപക്ഷത്തിന് പോലും വിമർശനം ഉയർത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറ്റിയെന്നും ഈ CPIയുടെ ജില്ലാ എക്സിക്യൂട്ടീവിലെ വിമർശനമായിട്ട് ഉയരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഏതായാലും CPI ജില്ലാ എക്സിക്യൂട്ടീവ് അത്തരത്തിൽ വിമർശനമൊക്കെ ഉയർത്തുമ്പോൾ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇന്ന് പത്രസമ്മേളനം നടത്തിയപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഈ CPIയുടെ നിലപാടൊക്കെ ആത്മാർത്ഥതയുള്ളതാണെങ്കിൽ CPIയുമായി യോജിച്ചുള്ള സമരത്തിന് തങ്ങൾ തയ്യാറാണ്. അതിന് തയ്യാറുണ്ടോ ഈ CPI എന്നുള്ള കാര്യവും BJP ചോദിക്കുന്നുണ്ട്. ഏതായാലും പ്രത്യക്ഷത്തിൽ പാലക്കാട് ഇപ്പോൾ ഈ മദ്യനിർമ്മാണശാലയുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങളും സമരങ്ങളും ഒക്കെ നടത്തുന്ന ഏക പാർട്ടി BJP ആണ്. കാരണം അവർ ആദ്യഘട്ടത്തിൽ ഈ പഞ്ചായത്തിന് മുന്നിൽ അനിശ്ചിതകാല ഉപവാസ സമരം നടത്തുകയുണ്ടായി. ഇപ്പോൾ 2ാം ഘട്ട സമരത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ 2ാം ഘട്ട സമരത്തിനോടൊപ്പം തന്നെ ഇപ്പോൾ കോടതിയിലേക്ക് നിയമപരമായുള്ള പോരാട്ടത്തിലേക്ക് കൂടെ കടക്കുന്നു എന്നുള്ളതാണ് BJP വ്യക്തമാക്കുന്നത്. ശരി, എന്തായാലും പ്ലാച്ചിമട സമരമൊക്കെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട് CPI CPM-നെ.